ഫ്രിഡ്ജട പിടിച്ചു ദക്ഷിണ ഊരുവെങ്കിൽ ഊരു എന്ന് പറഞ്ഞാൽ വലത്തെ തുണയം അല്ലെ? ദക്ഷിണ ഊരുവെങ്കലടിച്ചു. സൃഷ്ടിച്ചതാണ് തൊണ്ടച്ചെന്നിരിക്കുന്ന ഈ ദിവ്യത്തെ പാലാ പരക്ക നെല്ലിക്ക എന്ന് തുടങ്ങുന്ന എട്ടില്ലത്തിലും പ്രാധാന്യമായിക്കൊണ്ട് ഇല്ലം വലിയ തലക്കോട് അല്ലെ? ഒരേ തൊണ്ടച്ചനാരാണ്, തലക്കോടനാണ് അല്ലെ? തലക്കോടനാണ് തൊണ്ടച്ചന്റെ ഇല്ലം. അങ്ങനെ ഇല്ലം വലിയ തലക്കോടനായി ഞാൻ അല്ലെ? അങ്ങനെ എട്ടില്ലം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിന അല്ലെ ഫ്രിഡ്ജട പിടിച്ചടിച്ചാൽ എട്ടിലുണ്ടാവുക. 8 പേരെ വേണ്ടേ? അതെവിടെയാണ്ടായത്? ഒരു അതാണ് കേട്ടിട്ടുണ്ടല്ലേ? അതല്ലേ കേട്ടുള്ളത്? അത് പറയണമെങ്കിൽ ഇപ്പം വധുകൂടിയാണ്. എന്റെ ശ്രീമഹാദേവൻ തിരുവടിയിൽ തോന്നി അല്ലേ? അങ്ങനെ മാനസ സരസിങ്കൽ അതിശക്തമായ കുളിരുണ്ടാക്കി അല്ലേ? ഗംഭീരമായ കുളിര് വന്നപ്പോഴോ അവരെല്ലാവരും കരക്ക് കയറി. അപ്പോഴെന്റെ ശ്രീമഹാദേവൻ തിരുവടി ഒരു അഗ്നിയായി രൂപാന്തരം പ്രാപിച്ചു. അതാണ് അഗ്നി. ആ അഗ്നി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്ന അനുഭവത്തിങ്കിൽ അല്ലേ? തേനിലേക്ക് തേനുണ്ടുവാൻ പൂക്കളിലേക്ക് വണ്ട് വരുന്ന പോലെ അല്ലേ? ആ അഗ്നിയെ പ്രാപിക്കുവാൻ തക്കവണ്ണം ആര് വന്നു? സപ്തമാതാക്കന്മാര് അരികിലേക്ക്. അപ്പോഴവരോടുകൂടി സ്നേഹമുണ്ടായി ലഭിച്ച് അല്ലേ? അങ്ങനെയാവും രാമസഭ്യം അല്ലേ? അങ്ങനെയാ സപ്തമാതാക്കളിൽ ഉണ്ടായത് 7 പുത്രന്മാര്. ഒന്നിന്റെ ഫ്രിഡ്ജട പിടിച്ച് ദക്ഷിണ ഊരിന് വെച്ച് സൃഷ്ടിച്ചു അല്ലേ? ഒരേ അങ്ങനെ ഞാൻ പിറന്നവളെന്ന് 3 ആടിന് കുടിപിടിച്ചു. ഇതെല്ലാം ഞാൻ കേട്ടതാണ് പോലെ അല്ലേ?